തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വാക്യം മീഖ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവത്തോടും മനുഷ്യരോടും പ്രപഞ്ചത്തോടും ഉത്തമമായ ബന്ധം പുലർത്തുന്നതിലൂടെയാണ് നമ്മുടെ ആത്മീയത വളരുന്നതും വെളിപ്പെടുന്നതും. എന്നാൽ അതിനെ പരിമിതപ്പെടുത്തി ദൈവത്തോടുള്ള ബന്ധമായി മാത്രം പരിഗണിക്കുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വീക്ഷണത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിന് സമാനമായി മറ്റുള്ളവരോടുള്ള ബന്ധത്തെയും കാണുന്നു. ക്രിസ്തുവിന് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ പ്രവാചകനായ മീഖ ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള ബന്ധത്തെ കൂട്ടിയിണക്കിയാണ് ഇത് പ്രസ്താവിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി പറയുന്നത്. നല്ലത് എന്തെന്നവൻ കാണിച്ചു തന്നിരിക്കുന്നു. ഒന്നാമതായി, ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും. ഈ 3 കാര്യങ്ങൾ ആധ്യാത്മികതയുടെ അളവുകോലായി കണക്കാക്കാം. ഒന്നാമത്തെ കാര്യം നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനും മുൻപേ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് അത്. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു എന്ന്. ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും കേൾക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയാണ്. സമൂഹത്തിൽ സമാധാനം കൈവന്ന് കാണാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ നീതി നടപ്പാകാത്ത സമാധാനം പ്രാപ്യമല്ല. നീതി കൂടാതെയുള്ള ആത്മീയതയും പൊള്ളയായിരിക്കും. ആയതുകൊണ്ട് നീതിയിൽ ജീവിക്കുവാനും മുന്നേറുവാനും തക്കവണ്ണം നമുക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. 2-ാമത്തെ കാര്യം കരുണ കാണിക്കുക എന്നുള്ളതാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു വിവരിക്കുന്നതിൽ ഒന്നാണ് കരുണയുണ്ടായിരിക്കുക എന്നുള്ളത്. മനസ്സലിവിൻ്റെ വികാരം ഉള്ളിൽ ഉയരുമ്പോൾ കാരുണ്യത്തിൻ്റെ കരം നീട്ടപ്പെടും. ക്രിസ്തുവിൻ്റെ സവിശേഷ സ്വഭാവം അതായിരുന്നു, മനസ്സലിവ് എന്നുള്ളത്. സുവിശേഷങ്ങളിൽ ഏതാണ്ട് 15 പ്രാവശ്യം അവിടുത്തെ മനസ്സലിവിനെ പറ്റി പരാമർശമുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ മനസ്സ് പ്രാപിച്ച് നാമും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും വികാരങ്ങൾ ഉളവാക്കുന്നവരാകണം. 3-ാമതായി സൂചിപ്പിക്കുകയാണ് നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക എന്നത്. നീതിയും കരുണയും ഉളവാക്കുന്നതിനും അവ നിലനിർത്തുന്നതിനും അദൃശ്യമായ ഒരു ശക്തിപ്രവാഹം ആവശ്യമാണ്. അത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. ദൈവത്തോട് നാം ബന്ധപ്പെടുമ്പോൾ അഹന്തയല്ല, വിനയമാണ് ഉയരുക. എല്ലാ സുഹൃതങ്ങളിലും വെച്ച് സ്വായത്തമാക്കുവാൻ പ്രയാസമേറിയതാണ് വിനയം. പക്ഷേ അതാണ് ഏറ്റവും മൗലികമായത്. ചില വ്യക്തികളുടെ കഴിവിനെ പറ്റി നമുക്ക് അത്ഭുതം തോന്നാം. അറിവിൻ്റെ ഭണ്ഡാരങ്ങളായി അവരെ വിശേഷിപ്പിച്ചു എന്ന് വരാം. പക്ഷേ അവരുടെ ഗർവവും അഹന്തയും മറ്റുള്ളവരെ അവരിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കുന്നു. ആത്മാർത്ഥ വിനയം ആരെയും ആകർഷിക്കുന്നതും ആരിലും മതിപ്പുളവാക്കുന്നതുമാണ്. വിനയത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റേത് അന്യരോടുള്ള ബന്ധത്തിലുമാണ്. ആദ്യത്തേത് ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു.
രണ്ടാമത്തേത് മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മുടെ തലകളെ വണക്കുവാനും. ക്രിസ്തു ശിഷ്യനായ പത്രോസ് പ്രബോധിപ്പിച്ചു, പരസ്പരം വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്ന്. ഈ വാക്കുകൾ എഴുതുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു രംഗമുണ്ട്. ഗുരുവും നാഥനുമായവൻ അന്ത്യരാത്രിയിൽ പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ സന്നദ്ധനായ ചിത്രം. വിനയത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം മുമ്പാകെ താഴ്മയോടെ നടക്കുവാനും ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭദിനം.